ആശുപത്രിയിൽ കണ്ണുതുറന്ന അജയ് തന്റെ കിടക്കക്കരികിൽ ഒരു കുറിപ്പ് കണ്ടു. മീര ജീവനോടെയുണ്ട്. അവൻ ഞെട്ടി. 20 വർഷമായി മരിച്ചതായി കരുതിയ മീര ജീവനോടെയാണോ? അതോ മറ്റൊരു ചതിയാണോ? സത്യം പുറത്തുവരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. മീര ജീവനോടെയുണ്ട്. ആ കുറിപ്പ് കണ്ട അജയ് ഞെട്ടി. ആരാണ് അത് എഴുതിയത്? എന്തിനാണ് ഇപ്പോൾ ഈ വിവരം നൽകുന്നത്? ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ അവൻ കുറിപ്പിനൊപ്പം കിട്ടിയ വിലാസത്തിലേക്ക് പോയി. ഗ്രാമത്തിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ഒരു പഴയ ബംഗ്ലാവ്. വാതിൽ തുറന്നപ്പോൾ അജയ് കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. അവിടെ ഒരു വയോധിക സ്ത്രീ ഇരിക്കുകയായിരുന്നു. അവളുടെ മുഖം കണ്ട നിമിഷം അജയ് മനസ്സിലാക്കി. അത് മീര തന്നെയായിരുന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് അപ്രത്യക്ഷയായ മീര ജീവനോടെ. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? അജയ് ചോദിച്ചു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ആരിൽ നിന്ന്? അജയ് ചോദിച്ചു. മീര മറുപടി പറഞ്ഞില്ല. പകരം ഒരു പഴയ ഫോട്ടോ എടുത്തു നൽകി. അത് കണ്ട നിമിഷം അജയ് ഞെട്ടി. ഫോട്ടോയിലെ ആറാമത്തെ വ്യക്തിയെ ആരോ മുറിച്ചു മാറ്റിയിരുന്നു. ആ വ്യക്തിയാണ് കേസിന്റെ യഥാർത്ഥ രഹസ്യം. മീര സത്യം പറയാൻ തുടങ്ങി. 20 വർഷം മുൻപ് 6 സുഹൃത്തുക്കളായിരുന്നു അവർ. പക്ഷേ ഒരാൾ അത്യാഗ്രഹിയായിരുന്നു. ഗ്രാമത്തിന് പുറത്തുള്ള ഭൂമിയും സ്വത്തും സ്വന്തമാക്കാൻ അയാൾ ഒരു കൊലപാതകം നടത്തി. അത് കണ്ടത് മീര മാത്രമായിരുന്നു. അതുകൊണ്ട് മീരയും ലക്ഷ്യമായി. അവൾ കൊല്ലപ്പെടുമെന്ന ഭയത്തിൽ ഒളിവിൽ പോയി. പക്ഷേ ആ കൊലയാളി ഇപ്പോഴും ജീവനോടെയുണ്ട്. മീര ഒരു പേര് പറഞ്ഞു. ആ പേര് കേട്ടപ്പോൾ അജയ് ഞെട്ടിപ്പോയി. കാരണം ആ വ്യക്തി ഗ്രാമത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ആളായിരുന്നു. ഗ്രാമത്തിന്റെ പ്രസിഡന്റ്. എല്ലാവരുടെയും വിശ്വാസം നേടിയ മനുഷ്യൻ. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ ഒരു കൊലയാളിയായിരുന്നു. അജയ് തെളിവുകൾ ശേഖരിക്കാൻ തീരുമാനിച്ചു. മീരയുടെ കൈവശം ഒരു കാസറ്റ് ഉണ്ടായിരുന്നു. 20 വർഷം മുൻപ് റെക്കോർഡ് ചെയ്ത സംഭാഷണം. അതിൽ കൊലയാളിയുടെ ശബ്ദം വ്യക്തമായിരുന്നു. പക്ഷേ അവർ കാസറ്റ് പരിശോധിക്കാൻ പോകുമ്പോൾ ഒരു കാർ ബംഗ്ലാവിന്റെ ഗേറ്റ് തകർത്ത് അകത്ത് കയറി. ആക്രമണം. കൊലയാളിക്ക് എല്ലാം അറിയാമായിരുന്നു. അജയും മീരയും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ കാട്ടിലൂടെ ഓടുന്നതിനിടെ മീര പിടിക്കപ്പെട്ടു. അജയ് ഒളിച്ചുനിന്ന് എല്ലാം കണ്ടു. കൊലയാളി മീരയോട് പറഞ്ഞു, 20 വർഷം മുൻപ് നിന്നെ കൊല്ലേണ്ടതായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാ സംശയങ്ങളും അവസാനിച്ചു. ഇപ്പോൾ സത്യം വ്യക്തമായിരുന്നു. അജയ് പോലീസിനെ വിവരം അറിയിച്ചു. പക്ഷേ പോലീസ് എത്തുന്നതിനു മുൻപ് തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം നടന്നു. കൊലയാളിയുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന രാജീവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും മരിച്ചതായി കരുതിയ രാജീവ് യഥാർത്ഥത്തിൽ ഒളിവിലായിരുന്നു. അവൻ കൊലയാളിക്കെതിരെ സാക്ഷ്യം പറയാൻ തയ്യാറായി. രാജീവ് ഒരു ഫയൽ പോലീസിന് കൈമാറി. അതിൽ ഭൂമി തട്ടിപ്പ്, കൊലപാതകം, ഭീഷണി തുടങ്ങി നിരവധി തെളിവുകളുണ്ടായിരുന്നു. ഇപ്പോൾ കൊലയാളിക്ക് രക്ഷപ്പെടാൻ വഴിയില്ലായിരുന്നു. പക്ഷേ അവൻ അവസാന നീക്കം നടത്താൻ തീരുമാനിച്ചു. ഗ്രാമോത്സവം നടക്കുന്ന ദിവസം നൂറുകണക്കിന് ആളുകൾ. കൊലയാളി ജനക്കൂട്ടത്തിനിടയിൽ ഒളിച്ചു. പോലീസ് തിരയുന്നു. അജയ് തിരയുന്നു. മീര ഭയത്തോടെ നിൽക്കുന്നു. അപ്പോഴാണ് വേദിയിൽ നിന്നൊരു ശബ്ദം കേട്ടത്. എന്നെ പിടിക്കാൻ ആർക്കും കഴിയില്ല. അത് കൊലയാളിയായിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ നടന്ന പിന്തുടരൽ. അവസാനം കൊലയാളി പഴയ ഫാക്ടറിയിലേക്ക് ഓടി. 20 വർഷം മുൻപ് എല്ലാം ആരംഭിച്ച അതേ സ്ഥലം. അവിടെ വെച്ച് അജയും കൊലയാളിയും നേർക്കുനേർ നിന്നു. പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ കൊലയാളി എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചു. 20 വർഷം മുൻപ് നടന്ന കൊലപാതകം, മീരയെ കൊല്ലാൻ നടത്തിയ ശ്രമം, പോലീസ് ഓഫീസറുടെ മരണം, എല്ലാം. പക്ഷേ സമ്മതിച്ചതിനു പിന്നാലെ ഫാക്ടറിയുടെ പഴയ നിലം തകർന്നു. കൊലയാളി താഴേക്ക് വീണു. കേസ് അവസാനിച്ചു. ഗ്രാമം 20 വർഷമായി കാത്തിരുന്ന സത്യം പുറത്തുവന്നു. മീരയ്ക്ക് പുതിയ ജീവിതം ലഭിച്ചു. രാജീവ് സാക്ഷിയായി. അജയ് ഗ്രാമത്തിലെ നായകനായി. പക്ഷേ കഥ അവസാനിക്കുന്നതിനു മുൻപ് മീര അജയ്ക്ക് ഒരു പഴയ കത്ത് നൽകി. അതിൽ എഴുതിയിരുന്നത്, സത്യം ഒരിക്കലും മരിക്കില്ല. അത് വൈകിയാലും ഒരു ദിവസം പുറത്തുവരും. ആ വരികൾ വായിച്ച് അജയ് പുഞ്ചിരിച്ചു. 20 വർഷം മറഞ്ഞിരുന്ന രഹസ്യം ഒടുവിൽ വെളിച്ചത്തിലായി.